ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ലേ, പണ്ട് ഇതിലെ തേരാപാര നടന്ന ആളാണ് ഇപ്പൊ കണ്ടില്ലേ നമ്മളൊക്കെ തൊടുവഴിക്ക് പോകുന്ന പോലെയാണ് അവൻ അമേരിക്കയിൽ പോയിട്ട് വരുന്നത്. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ വളർന്ന് ഉയരുന്നത് കാണുമ്പോൾ ചെറിയൊരു അസ്വസ്ഥത. ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാനോട് ശിഷ്യന്മാർ പറയണത്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പോലും ഇപ്പോൾ ഇത് ഈശോയുടെ അടുത്തേക്ക് പോവുകയാണ്, എല്ലാവരും അവൻ്റെ അടുത്ത് പോയിട്ട് മാമോദിസ സ്വീകരിക്കുകയാണ്. ഇത് അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. ഇത് കേട്ടപ്പോൾ യോഹന്നാൻ വളരെ സന്തോഷം ഉണ്ടാവുകയാണ്. അവൻ പറയണം, അവൻ വളരെ ഞാൻ കുറയുകയും വേണമെന്നുള്ളത്. ഫാൻസ് കുറയുന്ന കേട്ടാൽ നമ്മളൊക്കെ എന്ത് പറയും, ഇത് അവൻ ഇന്നലെ വന്ന ആളാണ്, അവന് വലിയ പരിചയമൊന്നുമില്ല, അത് ഞാൻ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്, എനിക്കാണ് ശരിക്കും മാമോദിസ കൊടുക്കാൻ അറിയുന്നത് എന്നൊക്കെ പറഞ്ഞ് തള്ളിവിട്ടേനെ. നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ വളരുന്നത് കാണുമ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എന്നെക്കാൾ താഴെ നിന്നിരുന്ന ചില മനുഷ്യരൊക്കെ ഉയർന്ന് എന്നേക്കാൾ മുകളിലെത്തുന്നത് കാണുമ്പോൾ നമ്മൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? യോഹന്നാൻ ശരിക്കും നമുക്കൊരു മാതൃകയാണ്. ചോദ്യം ഇതാണ്, മറ്റുള്ളവരുടെ വളർച്ചയിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ ഒന്ന് വളർത്തിക്കൊണ്ട് വരാനായിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കിക്കേ. അവരുടെ വളർച്ചയിലും അവരുടെ ഉയർച്ചയിലും ഒക്കെ ഉണ്ടല്ലോ, ഒന്ന് സന്തോഷിക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതവും ഒരുപാട് ഹാപ്പി ആയിട്ട് മാറും. യോഹന്നാനെ പോലെ പറയാൻ സാധിക്കട്ടെ, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണമെന്നുള്ളത്.